ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ പ്രാഥമിക വിവരം തേടിയ അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയവരെ ഫോണിൽ ബന്ധപ്പെട്ടാണ് പ്രാഥമികമായ വിവരം തേടിയത്. അതിൽ പരാതി ഔദ്യോഗികമായി കൊടുക്കാൻ തയ്യാറുള്ളവരുടെ കാര്യത്തിൽ കേസ് എടുക്കുമെന്ന രീതിയിൽ അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹരികൃഷ്ണൻ, എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസമാണ് ഈ അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്നത്. ആ പ്രത്യേക യോഗത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ഇത്തരത്തിൽ 20 മൊഴികൾ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴികളിൽ ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള 20 മൊഴികളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേസെടുക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അത്തരം വിലയിരുത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രാഥമിക വിവരം, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിവരം എന്ന രീതിയിൽ ഈ മൊഴി നൽകിയവരുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരം തേടിയത്. ഈ ഫോണിലാണ് ഇത്തരത്തിൽ പ്രാഥമിക വിവരം തേടിയിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ഈ തരത്തിൽ തന്നെ ഗൗരവ സ്വഭാവമുള്ള ഈ 20 മൊഴികൾ നൽകിയിട്ടുള്ള ഈ വ്യക്തികളെ തേടിയാണ് ഇത്തരത്തിൽ പ്രാഥമിക വിവരം തേടിയിട്ടുള്ളത്. അത് ഫോണിലൂടെയാണ്. അതിൽ തന്നെ ഈ മൊഴിയെടുക്കലിന് ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തുന്ന കാര്യം ഇവരെ അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഈ 56 പേരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളത്. ഈ തരത്തിൽ ഈ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദ്രവം നേരിട്ടതിന് പുറമെ ബാക്കിയുള്ള മൊഴികൾ എന്ന് പറയുന്നത് ഈ സിനിമയിലെ മറ്റ് ദുരിത സാഹചര്യങ്ങൾ, അതായത് തുല്യനീതി അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലും ഈ തരത്തിൽ ഈ മൊഴികൾ നൽകിയവരിൽ നിന്ന് വിവരം ശേഖരിക്കുമെന്നാണ് ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഈ ഗൗരവ സ്വഭാവമുള്ള മൊഴികൾ മാറ്റി നിർത്തിയാൽ മറ്റ് മൊഴിയെടുക്കുന്നതിന് അന്വേഷണ സംഘത്തിൽ പുതുതായി അംഗങ്ങളെ ഉൾപ്പെടുത്തേണ്ടെന്നുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഓരോ 10 ദിവസത്തിലും ഈ ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി അറിയിക്കാനും തീരുമാനമുണ്ട്. ഈ 20 പേരെ, അതായത് ഈ ഗൗരവ സ്വഭാവമുള്ള മൊഴികൾ നൽകിയ 20 പേരെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഈ മൊഴികൾ ശേഖരിക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവരെ രണ്ടാം ഘട്ടത്തിലും മൊഴികൾ ശേഖരിക്കുമെന്നുള്ളതാണ്. ഈ വനിതാ ഉദ്യോഗസ്ഥർ ഇവരെ നേരിട്ട് ബന്ധപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുകേഷ് ഉൾപ്പെടെ 7 പേർക്ക് എതിരെ പരാതി നൽകിയ നടിക്കെതിരെ ഉയർന്ന പരാതിയിലും അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. നടിക്കെതിരെ മറ്റൊരു പരാതി നൽകിയ യുവതി DGPക്ക് നൽകിയ പരാതി അന്വേഷണ സംഘത്തിന് ഇതുവരെയും കൈമാറിയിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിവരം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SK. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ.